വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ 3rd വ്ളോഗാണ് ഇന്റേൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ 22nd ഡേ ആണ്. ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് അവധി എടുത്തു. എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവധി എടുത്തത്. പിന്നെ നമുക്കിന്ന് ദീപാവലിയാണ്, പക്ഷെ എല്ലാവർക്കും അവധിയാണ്, നമുക്ക് മാത്രം അവധിയില്ല. ഇറ്റ്സ് ഓക്കെ. രാവിലെ എണീച്ച് 10 മണിക്കാണ്. ഇന്ന് ക്ലയൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടെ. ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ പ്രീവിയസ് 2 vlogs which I uploaded in the YouTube channel. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല അതിനകത്ത്. ചുമ്മാ ഓരോ ദിവസം ഉള്ളത് തന്നെ എല്ലാ ദിവസവും എടുക്കും. പക്ഷെ അതൊക്കെ ഒരു മെമ്മറീസാണ്. നിങ്ങൾക്ക് കാണാമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഹൈക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ രാത്രി കാണാം. ബൈ ബൈ. ഹലോ, അങ്ങനെ നമുക്ക് ഇന്നത്ര 23rd ഡേ ആണ്. ഇന്നലെ ഞാൻ പകുതി വരെ നിർത്തിയിട്ട് വീട്ടിൽ പോയി. എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് 2:40 ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളുടെ 24ാമത്തെ ദിവസത്തിരിക്കുകയാണ്. വളരെ ബോറായിരുന്നു രാവിലെ തൊട്ട് തന്നെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മുടെ റെൻ്റൊക്കെ ഒത്തിരി പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അത് കുഴപ്പമില്ല. ഇന്ന് നമുക്ക് രാവിലെ 8:30 നമ്മൾ ലേറ്റായി. നമ്മളിപ്പോൾ ഓട്ടോ ഒക്കെ പിടിച്ചാണ് വന്നത് രാവിലെ. ഇന്നും വലിയ ക്ലയൻസൊക്കെ കാണുമായിരിക്കും, കാരണം സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്ലയൻസ് ആയിരിക്കും. ഇന്നലെ രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറയാൻ ഞാൻ മറന്നുപോയി എടുക്കാനില്ല. നേരത്തെ ചെന്ന് ആ ഒരു മൂടായിരുന്നു. അപ്പം അത്ര അങ്ങനെ രാത്രി ആയിരിക്കാണ്. എനിക്ക് നല്ല തലവേദന. ഒരു കോഫി കുടിച്ച കൊള്ളാമെന്നുണ്ട്. നമ്മൾ ചായ കുടിച്ചിട്ട് കുറച്ച് നാളായല്ലേ, 2-3 ദിവസമായി. അതാണ് നമ്മൾ കുറേ ദിവസമായി നമ്മൾ ചായ കുടിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതെ ഗൈസ്, ചായ കുടിക്കുന്ന വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ഓക്കെ, ചായക്കട എത്തി കഴിച്ചാണ് നമ്മൾ ചായക്കട. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളുടെ 25th ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വളരെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മുടെ സർട്ടിഫിക്കേഷൻ സെറമണിയൊക്കെ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. സാറിൻ്റെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പറ്റുമെങ്കിൽ കാണിക്കാം. ഒന്നും ഉറപ്പില്ല എന്തായാലും. ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ നല്ല ഇടിയും മഴയും മിന്നലും ആകെ ഒരു ബഹളമായിരുന്നു. അതായത് ആ ഒരു ബഹളമായിരുന്നു. പക്ഷെ പേടിച്ചൊന്നുമില്ല, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. അങ്ങനെ ഭയങ്കര ഇരുട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് വൈബായിരുന്നു. പിന്നെ നമ്മൾ കോഫി കുടിക്കാൻ പോയി. നല്ല തലവേദനയായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് നമുക്ക് 8:30 8:34 ഇപ്പം. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളെല്ലാ ദിവസവും പഞ്ചലാണ്. കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇനി തിരിച്ചു വരുമ്പം ബാക്കിയുള്ളത് കാണിക്കാം. അതുവരേക്കും ചേച്ചാ. നമ്മൾ ചായ കുടിക്കാനൊക്കെ ആദ്യമായിട്ടാണ് ചൂട് ഉള്ളിയോടെ കിട്ടുന്നത്. ചായ മാത്രം കുടിക്കാതെ പറയാൻ വന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഉള്ളിയോടെ കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ ഇന്റേൺഷിപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ സ്വതന്ത്രയാവും. പക്ഷെ അതിന് വേണ്ടിയിട്ടൊന്നും ഇല്ല. നല്ല എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്ര തന്നെ. ഇന്ന് രാവിലെ 8:30 തൊട്ട് ഇന്ന് പക്ഷെ കുറച്ച് നേരത്തെ വിട്ടു. ഇന്ന് 7 മണിയായ 7:30 ഓക്കെ 7:30 അപ്പം ഇന്ന് കുറച്ച് നേരത്തെ വിട്ട്. നമ്മൾ ചായ കുടിച്ചോണ്ടാണ് 7:30 ആയത്. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ PG. കണ്ടു. ഓക്കെ ഗൈസ്, ക്രോസ് ചെയ്യാം. ഗൈസ് വെൽക്കം ബാക്ക്. അടുത്തത് എനിക്കിനി എത്ര
25 days ഉണ്ടോ? ഓക്കെ, ഡേ 26 ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് 10:30ക്കാണ് ഇന്നത്തെ ക്ലിനിക്ക്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ തീർന്നിരിക്കുകയാണ്. ഇന്ന് 8:30 ആവാൻ പോവാണ്. സൂപ്പറായിരുന്നു. എന്തായാലും കുറച്ച് അങ്ങോട്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു ക്ലയൻറ്റും കൂടെ ഉണ്ടായിരുന്നു. ക്ലിനിക്ക് വരുന്ന എല്ലാവരും അറിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഇനി എല്ലാവരും ഇരുന്ന് കാണും. കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ കാണട്ടെ. ഇപ്പോഴോ കാണുന്നില്ല, ഇനിയെങ്കിലും കാണട്ടെ. ഇവിടെ 5 ദിവസം വരുന്നുണ്ട്. ഒരു 2 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷം അല്ലേ 5? വേറൊരുത്ത ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം വരുന്നു. അതെ അതെ അതെ, നമ്മൾ ഈ ഞായറാഴ്ച പോവും. ഞാൻ അതിൻ്റെ ത്രില്ലിലാണ്. അതെ. അപ്പോൾ ഇന്നത്തെ സെഷൻ വളരെ കുഴപ്പമൊന്നുമില്ലാതെ പോയി. നമ്മൾ ചായയല്ല കോഫി കുടിക്കാൻ പോവാണ്. കാരണം ഒട്ടും വയ്യ, തലവേദന എന്ന് പറഞ്ഞാൽ. അച്ഛൻ്റെ തവണ വിളിക്കാൻ വരാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ ബൈ. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനു, പേരെന്തായിരുന്നു? ഒരു ഹായ് പറയൂ. ഓക്കെ, ഇത് നമ്മുടെ പുതിയ ഇന്റാണാണ്. ഇത് നമുക്ക് മൂണിനെ കാണിച്ചു തരാം. മൂണിനെ കണ്ടോ ഗൈസ്? നല്ല മൂൺ. എത്തിയിരിക്കുകയാണ്. സോ ഇനി നമുക്കൊരു 3 ദിവസം കൂടെ ഉള്ളൂ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജാനു താഴെയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നെക്സ്റ്റ് ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ പ്രത്യേകിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഇന്നലെ 2:30 മുതൽ 7 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. ജാനു ഇവിടെ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? ഹായ് ഗൈസ്, ഡേ 28 ആണ്. ഇനി 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഇൻറ്റേൺഷിപ്പിന്. എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആണ്. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും ഒരു എക്സ്പീരിയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. 2:30ക്കാണ് നമുക്ക് ക്ലാസ് അല്ല ക്ലിനിക്കിൽ പോകേണ്ട. പക്ഷെ ഭയങ്കര മഴ, സൂപ്പർ മഴ. റോഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം നടന്നായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ റോഡിൽ വെള്ളം കാരണം ചെളി തെറിപ്പിച്ച് ദേഹത്തോട് ഇട്ട് വരും. അത് നല്ല സുഖമായിരിക്കും. അത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. സാർ ഇപ്പം അവധി തരും എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആശിച്ചു. പക്ഷെ ആശിക്കാതെ പറ്റൂ. എന്തായാലും പോകണം. അങ്ങോട്ട് പോകുന്നതെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയാണ്. അപ്പോൾ പിന്നെ അത്രയ്ക്കും ശ്രദ്ധിച്ചൊക്കെ പോകാൻ പറ്റുള്ളൂ. പോവല്ലേ? മഴയത്താണെങ്കിലും എത്തിയിരിക്കുകയാണ് ലാസ്റ്റ്. എങ്ങനെയുണ്ടായിരുന്നു ജേണി? ഫുള്ള് ചെളി തെറിപ്പിച്ചു. ചെളി പിന്നെ ക്ലിയർ വാട്ടർ ആയിരുന്നുകൊണ്ട് ചെളിയില്ലായിരുന്നു. ഫുൾ വെള്ളമായിട്ടുണ്ട് കാലിലൊക്കെ. കുഴപ്പമില്ല. മഴ വണ്ടി ഓടിക്കുന്നവർക്ക് ഇതൊന്നും നോക്കണ്ടല്ലോ, അവർ റഷായിട്ട് തന്നെ അങ്ങ് പോകും. നമ്മൾ ക്ലിനിക്കിലെത്തി. ഇന്ന് രാത്രി വരെ കാണുമായിരിക്കും. സോ അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്. നേരത്തെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഒന്ന് കുറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി 28 ഡേയ്സ് ഓഫ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 28 days ആയി ഗൈസ്. ഇന്ന് മഴയൊക്കെ നനഞ്ഞാണ് വന്നത്. നല്ല സുഖമായിരുന്നു. ആ തണുപ്പ് ഇപ്പോഴും അടിക്കുന്നുണ്ട് കാലിൽ. പാൻറ്
ഇനി നമുക്ക് 3 ദിവസം കൂടെ ഉള്ളു. അപ്പൊ ആ 3 ദിവസം നമ്മൾ എന്തായാലും സോറി 2 ദിവസം ഇതും കൂടെ കൂട്ടി 3 ദിവസം. നമുക്ക് ഈ 3 ദിവസത്തിൽ നമ്മൾ എന്തായാലും ചായ കുടിച്ചേ പറ്റുള്ളൂ. 5 നമ്മള് മിസ് ചെയ്യുമോ? നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളിവടയും പ്രതീക്ഷിച്ച് പോവാണ് ഗൈസ്. പക്ഷെ ഉള്ളിവട കിട്ടുമെന്നുള്ളത് അറിഞ്ഞില്ല. ഒരു ദിവസം ചെന്നപ്പം ചൂട് ഉള്ളിവട ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ മറ്റേ ഉണ്ട ഉള്ളിവടയാണ്, നമ്മളവിടെ ആണെങ്കിൽ മറ്റേ പരന്ന ഉള്ളിവടയാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഈ പരന്ന ഉള്ളിവട കിട്ടിയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി കിട്ടുമോ നമുക്ക് നോക്കാം. ഉള്ളിവട ഇല്ല ഗൈസ്. നമുക്ക് പറഞ്ഞു നോക്കാം. നാളെ മറ്റന്നാൾ കൂടെ ഉള്ളൂ. പറഞ്ഞു നോക്കാം. ഹലോ, അങ്ങനെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഓഫ് അവർ ഇന്റേൺഷിപ്പ് എത്തിയിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഒരുപാട് പറയാനുള്ള ടൈമും നമുക്കിപ്പോൾ ഇല്ല. നാളെ നമ്മളിന്ന് കുറച്ച് ലേറ്റായിപ്പോയി. 35 ആയി. 30-ലാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇന്ന് ലാസ്റ്റ് സാറ്റർഡേ ആണ്. ഇന്ന് 8:30-ക്കാണ് നമുക്ക് ഇത് വരുന്നത്. 8 മണി വരെ കാണുമായിരിക്കും. ഇന്നലെ 8:15 വരെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ബ്ലോഗിൽ പറഞ്ഞായിരുന്നല്ലോ. നാളെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് നാളെയാണ്. അത് പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം. സാറ് വീഡിയോ എടുത്തോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അപ്പോൾ ശരി, രാത്രി കാണാം. അങ്ങനെ 29th ഡേയും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം സമയം 7:30 ആവാൻ പോകുന്നു. നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ കിട്ടു. നാളെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. എക്സൈറ്റ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. മനുവിന് ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട്. നിനക്കിനി ഒരാഴ്ചയും കൂടെ ഇല്ലേ? യെസ്, ഒരാഴ്ചയും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഷവർമ്മ തിന്നാനാണ്. ഷവർമ്മ ഇവിടെ അടുത്തൊരു കടയിലുണ്ടായിരുന്നു. നമ്മൾ തിന്നാൻ മൂടില്ലാത്തതുകൊണ്ടാണ് തിന്നാനായിരുന്നത്. അപ്പം ഇന്ന് വിചാരിച്ചു എന്തായാലും ലാസ്റ്റ് ഡേ അല്ലേ, തിന്നാലോ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിന്നാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ വ്ലോഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചായ കുടിക്കുമോ? ചായ കുടിക്കും. ഓക്കെ ഗൈസ്, ചായ നമുക്ക് ചായക്കടയിലെ ചായ തന്നെ വേണം. വേറെ കടയിലെ ചായയൊന്നും ഇതാകത്തില്ല. കാരണം ഇനി എന്തായാലും ഈ ദിവസം നാളെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും നമ്മൾ ചായ മിസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഓണാക്കിയില്ലായിരുന്നു. നമ്മൾ ഇന്നലെ ഉള്ളിവട നോക്കി വന്നപ്പോൾ ഉള്ളിവട ഇല്ലായിരുന്നു. വയറ് നിറച്ച് കഴിച്ചിട്ട് വന്നപ്പോൾ ഉള്ളിവട കിട്ടി. അങ്ങനെ ലാസ്റ്റ് ഡേ എത്തിയിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പം ഇന്ന് നമ്മുടെ പ്രസൻറ്റേഷനാണ്. അതെങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഹോപ്പ് ദ ബെസ്റ്റ് എന്നാണല്ലോ, അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും. എനിക്ക് നല്ല ടെൻഷനുണ്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ. കാരണം പ്രിപ്പയറൊക്കെ ആക്കി, പക്ഷേ നമ്മൾ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ടെൻഷനുണ്ട്. അതെങ്ങനെയായിട്ട് മാറുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇവിടുന്ന് ഓട്ടോയിൽ പോകാനാണ് വിചാരിക്കുന്നത്. കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. നമ്മുടെ പ്രസൻറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എടുക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എടുക്കാൻ പറ്റിയിട്ടില്ലേ? ഞാൻ സംസാരിക്കുന്നതൊന്നും എടുക്കത്തില്ല. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പറ്റുമെന്ന് എടുക്കാം എന്ന് വിചാരിക്കും. അതെ, ജാൻവിയുടെ ജാൻവിയസ് ഡേ ഫ്രം നെടുങ്ങോലം. നമ്മുടെ നമ്മുടെ റോഷി. ഇതാണ് നമ്മുടെ മനുവിൻ.
ഇത് നിവേദ്. ഓക്കെ ഗൈസ്, എന്താണ് റോഷ്നി നമ്മൾ മിസ് ചെയ്യും? ഉറപ്പായും രണ്ടുപേരും വൈശാലി ഞാൻ മിസ് ചെയ്യും. കാരണം നമ്മളാണ് ഇവിടെ ആക്ടിവിറ്റി ചെയ്യുന്നത്. അതെ, ഇനി തൊട്ടെല്ലാം അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങുകയാണ്. അതൊക്കെ കണ്ടു കാണും. ഗൈസ് നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 30 ദിവസവും. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്താണോ വന്നത് അത് തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, ലൈക്ക് ഡിസോർഡേഴ്സ് ബേസ്ഡ് പ്രാക്ടിക്കൽ എക്സ്പോഷറൊക്കെ നല്ല രീതിക്ക് കിട്ടി. എന്തായാലും ഈ ഡേയ്സ് നമ്മൾ മിസ് ചെയ്യും, ഡെഫിനറ്റ്ലി മിസ് ചെയ്യും. നിനക്ക് എന്താ പറയുള്ളത്? യെസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഹോസ്റ്റൽ റൂം ആദ്യമായിട്ട് നമ്മൾ ഡേ ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഡേ ലൈറ്റിൽ ഇറങ്ങി വരുന്നത്. സാധാരണ എപ്പോഴും ഇരുട്ടായിരിക്കും. ഇപ്പം ഇതാണ് ആ വഴി. നമ്മൾ തിരിച്ചിറങ്ങി. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അഫ്കോഴ്സ് സങ്കടമൊക്കെ എന്തായാലും ഉണ്ട്. കാരണം നമ്മളുടെ ഒരു പ്രൊഫഷണലിൻ്റെ ഒരു കുറച്ച് ആയിരുന്നു. രാവിലെ വരിക, ജോലിക്ക് പോകുന്ന പോലെ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ്, നല്ലൊരു വൈബായിരുന്നു. ചായ കുടിക്കാൻ പോകുന്നതൊക്കെ വൈബായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എന്തായാലും മിസ് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ചായയോട് കൂടി ഇവിടുത്തെ വാസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. ചായ കുടിക്കാൻ പോകുമ്പോൾ കാണാം. നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ലാസ്റ്റ് ടൈം ആയിട്ട്. അത്രേ ഉള്ളൂ. നമ്മുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരിക്കുകയാണ് ഗൈസ്. വീഡിയോയുടെ അവസാനം മറ്റേ കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കുറച്ച് കമ്മലും കൂടെ ഒക്കെ വാങ്ങിക്കാൻ പോയി. കുറച്ചുകൂടെ കമ്മൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. കമ്മൽ വാങ്ങിച്ചു. ഇന്റേൺഷിപ്പിന് വന്നിട്ട് ഏറ്റവും കൂടുതൽ നടന്ന സംഭവം കമ്മൽ വാങ്ങിക്കുക, തിന്നാൻ പോവുക, അതൊക്കെ തന്നെയാണ്. എന്തായാലും കൊള്ളാം. നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു. 30 ദിവസം ഡെഫിനറ്റ്ലി നമ്മൾ മിസ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ ശ്രീകാര്യം. നമ്മളിനി ഇങ്ങോട്ട് ജമ്മത്ത് വരാൻ പോകുന്നില്ല, അതെന്തായാലും ഉറപ്പാണ്. ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരാനും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ് എ സൈക്കോളജിസ്റ്റ് ട്രെയിനി ആയിട്ട് 30 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന് വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ് ഡെസ്റ്റിനിയോടുകൂടി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഈ 3 വ്ളോഗും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, മടി. ഓക്കെ, അപ്പം ഞാൻ ഇനി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പം എൻ്റെ പാരൻസ് വന്നിട്ട് വിളിച്ചുകൊണ്ട് നമ്മളെ പോകും. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സോ ദ വ്ളോഗ് കണ്ടിന്യൂസ്. ഓക്കെ, ബൈ ഗൈസ്, ബൈ.